ഹായ് ഫ്രണ്ട്സ്, ശാസ്ത്രവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് കുറച്ച് ആന്തൂര്യത്തിൻ്റെ റയർ വെറൈറ്റീസ് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ പ്ലാന്റുകളാണെന്നുള്ളതും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഇതാട്ടോ, നല്ലൊരു അടിപൊളി ഭംഗി കളറുള്ള പ്ലാന്റാണത്. ഇതിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബേബി പിങ്ക് ആട്ടോ. ലൈറ്റ് ബേബി പിങ്കും ഡാർക്ക് റെഡും നല്ല കളർ കോമ്പിനേഷൻ വരുന്ന ഡബിൾ ഷെയ്ഡ് വരുന്ന പ്ലാന്റാണ്. കാരണം നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാട്ടോ നമ്മുടെ കയ്യിലിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. നല്ല ഹെൽത്തി ആയ 2 തൈകളായിട്ടുള്ള ബുഷിയായ പ്ലാന്റാണ് കേട്ടോ. ഒരു പോട്ട് ഫുള്ളായി വന്നിട്ടുണ്ട്, ഒരുപാട് ലീഫുകളുണ്ട് കേട്ടോ ഈ പ്ലാന്റിനകത്ത്. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ മറന്നു കേട്ടോ, അതെന്താണെന്നറിയോ, ഇത് മിനിയേച്ചറാണ് കേട്ടോ. സാധാരണ നാടൻ വെറൈറ്റി അല്ല, ഇത് മിനിയേച്ചർ ആന്തൂര്യമാണ്. അത് നമുക്ക് ഇൻഡോറായിട്ട് വീട്ടിൻ്റെ അകത്തൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഒരു 10 ദിവസത്തിന് ഒരിക്കലും നമ്മൾ ഒരു ദിവസമെങ്കിലും പുറത്ത് കൊണ്ടുവെക്കണം. ആ സമയത്ത് നമുക്ക് വേറെ ആന്തൂര്യം പ്ലാന്റുകൾ അകത്തേക്ക് വെക്കാം കേട്ടോ. ചെറിയൊരു ഇളം ലൈറ്റ് നമ്മൾ 15 ഡേയ്സിലൊരിക്കലും നമ്മൾ തട്ടിക്കണം. അപ്പോഴാണ് ഈ ഫ്ലവർ ഇതുപോലെ നിറയെ ബഞ്ചായിട്ട് ഫ്ലവേഴ്സ് വരത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ്. നല്ല റെഡാണ്, നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക ഷേപ്പിലാട്ടോ ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. ഇതും കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയ, എല്ലാത്തിനും ഈ 2 ഷൂട്ടുകളുള്ള ഹെൽത്തി ആയ ചെടിയാണ് കേട്ടോ. ഇത് നിറയെ ഫ്ലവേഴ്സ് ഉണ്ട് ഇതിനകത്തും. മൂന്നാമത്തെ പ്ലാന്റ് ഇതാണ്. നല്ല വൈറ്റാണ് കേട്ടോ, സൂപ്പർ വൈറ്റാണ്, നല്ല വൈറ്റാണ്. ഇനി വൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഈ ഫ്ലവർ കുറച്ച് ഇങ്ങനെ മൂപ്പായി കഴിയുമ്പോഴേ ഇതിൻ്റെ അടിവശത്ത് നല്ല ഗ്രീൻ കളർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില ഫ്ലവേഴ്സിന് കാണാൻ വൈറ്റും ഗ്രീനും കളർ കോമ്പിനേഷൻ നല്ല സൂപ്പറായിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ. ഇത് കണ്ടില്ലേ, ഇതിനകത്തും 2 തൈകളുള്ള പ്ലാന്റാണ്. നാലാമത്തെ പ്ലാന്റ് ഓറഞ്ചാണ് കേട്ടോ, നല്ല ഡാർക്ക് ഓറഞ്ചാണ് കേട്ടോ, സൂപ്പർ കളറാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ പ്ലാന്റ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ്. ഇതാണ് നല്ല മജന്തയിൽ വൈറ്റ് കളർ ലൈന് വരുന്ന ഒരു പ്രത്യേക ടൈപ്പുള്ള നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ്. പക്ഷേ ഈ പ്ലാന്റിനകത്ത് ഒരു ഷൂട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആറാമത്തെ പ്ലാന്റ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. ഇത് ഒരു വയലറ്റും ഒരു പർപ്പിൾ കളർ, ലാവൻഡർ കളറാണ് കേട്ടോ. അത് സൂപ്പർ പ്ലാന്റാണ്. ഇതും 2, 3 ചില പ്ലാന്റിനകത്ത് 3 തൈകളുണ്ടാവും. അതിലൊക്കെയുള്ളവർക്ക് മാത്രം കേട്ടോ കിട്ടുക. അപ്പോൾ അധികം പ്ലാന്റിലും ഈ 2 തൈകളുള്ള ബുഷിയായ ഹെൽത്തി പോട്ട് ഫുള്ളായിട്ട് ലീഫൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ പ്ലാന്റാണ് കേട്ടോ ഇതും. ഏഴാമത്തെ പ്ലാന്റ് ഇതാണ് കേട്ടോ. യെല്ലോ ആണ്. യെല്ലോ എന്ന് പറയുമ്പോൾ ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ, ഭയങ്കര ഡാർക്ക് കളർ യെല്ലോ അല്ല, ലൈറ്റ് കളർ വരുന്ന നല്ല യെല്ലോ ആണ്. പക്ഷേ നമുക്ക് യെല്ലോ ശരിക്കും റയറാണ്, കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പ്ലാന്റാണ്. ഇപ്പോൾ നമുക്കിത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതും നല്ല ഹെൽത്തി ആയ 2 ഷൂട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ യെല്ലോയും. ഒരു നാരോ ഫ്ലവറാണ് ഇതിന്, നാരോ ആയിട്ടാണ്, കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ്, ലൈറ്റ് ബേബി പിങ്ക് ആണ്. പിന്നെ അതിങ്ങനെ പ്ലാന്റ് നിറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് വൈറ്റ് കളർ പോലെ നമുക്ക് തോന്നുന്നു. അപ്പോൾ 2 കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് പോലെയാണ് കേട്ടോ. ഇതിൻ്റെ പേര് ആന്തൂറിയം ലില്ലിയാണ്. ഇതിനകത്ത് ചെറിയൊരു തട്ടിങ്ങനെ ചില സമയത്ത് വരാറുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതും നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ് കേട്ടോ. ഇതിനകത്തും ചിലതിൽ മാത്രം 3 തൈകളുണ്ട്, ചിലതിൽ മാത്രം അല്ലെങ്കിൽ 2 തൈയുള്ള ബുഷിയാകണ്ട നിറയെ ലീഫുകളുള്ള സൂപ്പർ പ്ലാന്റാണ് കേട്ടോ ഇത്. അടുത്ത പ്ലാന്റ് ഇതാണ്. റെഡും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ് കേട്ടോ. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇത് ഇങ്ങനെ ഫ്ലവർ മെച്ചേർഡായി കഴിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഈ ഗ്രീൻ കളർ കയറി വരിക. ഒരു പ്രത്യേക ഷേപ്പാണ്, പക്ഷേ പറ്റ മിനിയേച്ചറാണ്, നല്ല ഡാർക്ക് വെറൈറ്റിയാണ്, മുഷിയായി നിൽക്കുന്ന പ്ലാന്റാണ് കേട്ടോ. അടുത്ത പ്ലാന്റ് ഇതാട്ടോ, നല്ല ബേബി പിങ്കാണ്, നല്ല പിങ്കാണ്. പക്ഷേ ഇതിൻ്റെ ഭാഗത്ത് ചെറിയ ചില പ്ലാന്റിനകത്ത് ഇങ്ങനെ ഒരു തട്ടുകളും കൂടെ ഉണ്ട്. അപ്പോൾ നല്ല റെയറായ പ്ലാന്റാണ്. പക്ഷേ ഇതിനകത്ത് ഒരു ഷൂട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത പ്ലാന്റ് ഇതാണ്. നല്ല ബ്ലാക്ക് ആണ് കേട്ടോ, ബ്രൗൺ ആണ്, പിന്നീട് നല്ല ബ്ലാക്ക് കളറായിട്ട് വരും. ഇതാകെ 2 പ്ലാന്റ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റുകൾ മാത്രമാണ് നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ 12 പ്ലാന്റുകളാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യണം. എൻ്റെ നമ്പർ ഞാനിതാ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. അപ്പോൾ ഇന്ന് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാന്റുകൾ സെയിലിനായത് പെട്ടെന്ന് ഇട്ടതാണ്. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ.